ഹായ് കൂട്ടുകാരെ, ഇന്നലെ ഇടാനിട്ടിരുന്ന വീഡിയോ ആയിരുന്നത്. പക്ഷേ എനിക്ക് ഇന്നലെ ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ വിചാരിച്ച് ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. ഇന്നലെ ഞങ്ങൾക്കാണെങ്കിൽ മീൻ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം കാണാം കിഴങ്ങും തക്കാളി സവാള പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് എന്ത് കറി വെക്കാം എന്നും പറഞ്ഞ് നോക്കിയപ്പം കാണാം തീയൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. മുളക് തീയലേ വറുത്തരച്ച് വെക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കത്തില്ലേ. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. പിന്നെ പുറത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് കയറിയതാണ്. എന്നിട്ടും വിചാരിച്ച് കുളിച്ച് കയറിയിട്ട് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ മുളക് തീയൽ വെക്കാനുള്ള പുറപ്പാടില്ല. അപ്പം കാണാം നിങ്ങൾ വിചാരിക്കും കൊച്ച് എന്താ ഇങ്ങനെയൊക്കെയെന്ന് വിചാരിക്കും. പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് അടുപ്പ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ മുമ്പ് ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഗ്യാസ് തുറന്ന് വിട്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പം വീട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായ സ്മെല്ല് ഗ്യാസിൻ്റെ. ഞാൻ നോക്കിയപ്പോൾ കാണാം ഗ്യാസ് തുറന്നിരിക്കുന്നത്. അത് കാരണം ഞാൻ ഗ്യാസിൻ്റെ അടുപ്പും കുറ്റിയൊക്കെ ഞാൻ ആർക്കോ എടുത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇതുവരെയും ഗ്യാസ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാം പരിപാലിക്കുന്നത് വിറകടുപ്പിലാണ്. ചോറായാലും കറിയായാലും എല്ലാം പരിപാലിക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ അതിൻ്റേതായ താമസങ്ങളൊക്കെ കറിയായാലും ചോറായാലും വേവാനൊക്കെ താമസിക്കത്തില്ലേ. പിന്നെ എനിക്കാണെങ്കിൽ എന്നും ഓരോ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ നല്ല ക്ഷീണമുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഉറക്കം വന്നിട്ട് വയ്യ. എങ്കിലും ഞാൻ വിചാരിച്ചു എല്ലാവരും കറി വെക്കുമല്ലേ, അപ്പം വീഡിയോയും കൂടി എടുത്ത് കളയാം എന്ന് വിചാരിച്ച് അങ്ങനെ കറി വെക്കുക. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇച്ചിരി ജിന്ന് പോലൊക്കെ വരും. നിങ്ങളതൊക്കെ കണ്ട് സഹിച്ച് കണ്ടുകൊണ്ടിരുന്നോണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ടി വിയിൽ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണം. എപ്പോഴായാലും എവിടെ ആയാലും ഇച്ചിരി പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം ഡാൻസ് കളിക്കാൻ തോന്നും. ഞാൻ എവിടെ പോയാലും അതേ കണക്കന്നെ. ഉത്സവ സ്ഥലത്തൊക്കെ ഈ ചെണ്ട കൊട്ടുമ്പോൾ ഉണ്ടല്ലോ കണ്ട വട്ടളകി പാട്ട് കേട്ട് ചില സമയത്ത് ഇങ്ങനെയാണ് എനിക്ക് കണ്ട. ഇത് തന്നെ എൻ്റെ പരിപാടി, പാട്ട് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെ കറിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് തക്കാളിയും കൂടെ ഇടണം. എന്നാലും തക്കാളി വഴറ്റുണ്ടായോ. ബാക്കിയെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ട് തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അരപ്പിടാമെന്ന് വിചാരിച്ച്. നല്ല കളർഫുള്ളായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കളർഫുള്ളായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കറിക്ക് രുചി വേണ്ടേ. ഞാനിപ്പം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാനും പറ്റത്തില്ല രുചി ഉണ്ടോ ഇല്ലയോ എന്ന്. എങ്കിലും ഞാൻ വെക്കുന്ന കണക്ക് നിങ്ങളും ഒന്ന് വെച്ച് നോക്ക്. ചിലപ്പം എന്താണെന്ന് അറിയാമല്ലോ. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇന്ന് ഞാൻ പരിപാലിക്കാൻ കയറിയില്ല കേട്ടോ. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഇന്നലെ അമ്മയും അച്ഛനെ ഏൽപ്പിച്ച് ഇന്ന് ഇച്ചിരി കറി വെക്കാനായിട്ട്. ആ സമയം നോക്കിയാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. അരപ്പിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് മസാല ലാസ്റ്റല്ലേ നമ്മളിടുന്നത്. മസാല ഇടുക. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ കുറച്ച് സൗകര്യമുള്ള ഈ ക്യാമറയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇതിനകത്ത് ഒരു സ്റ്റാൻഡ് മേടിച്ചായിരുന്നു, ചെറിയൊരു സ്റ്റാൻഡ്. ക്യാമറ ഫോൺ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് എടുത്ത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് വീഡിയോ വെക്കാൻ വേറെ ഫോൺ വെക്കാൻ വേറെ സ്ഥലമില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് തട്ടിയും മുട്ടിയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോകളൊക്കെ പിടിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇച്ചിരി കൂടെയൊക്കെ നല്ലോണം വീഡിയോ പിടിച്ചോടെ. ഞാൻ പറയും എനിക്ക് കറി തിളച്ച് വന്നിട്ടുണ്ട് കൂട്ടുകാരെ. ഉണ്ടോ ഈ ക്യാമറയുടെ കുഴപ്പം കണ്ടോ അതിനകത്തുനിന്ന്. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറയാം ഇച്ചിരി അവിയൽ വെച്ച് കൊടുക്കാൻ. എങ്ങനെ അവിയലിന് പെട്ടെന്ന് ഞാൻ എന്തോ ഇത് എൻ്റെ ഒരു ബുദ്ധിപരമായ കറിവെപ്പാണിത്. കുക്കറിനകത്ത് ഞാനങ്ങ് വെച്ച്. അച്ഛൻ പറയാം ഇച്ചിരി മൊത്തം പറ്റിക്കണ്ട മോളെ, ഇച്ചിരി ലൂസ്, ഇച്ചിരി അവിയൽ പോലെ ലൂസാക്കി വെക്കാം. അച്ഛന് പല്ലുമില്ല കേട്ടോ, അതുകൊണ്ടാണ്. വേണ്ടേ കറി വെന്ത് പറ്റി, അവിയലും വെന്ത് തീയലും വെന്ത്. ഇന്നത്തേക്ക് കുശാലായി. അപ്പോൾ ശരി കൂട്ടുകാരെ, ഓക്കെ ബൈ, സീ യു.